ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ ഗസയിലും വെടിനിർത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുകയാണ്. അമേരിക്കയുടെ പിന്തുണയോടെ ഖത്തറാണ് മധ്യസ്ഥ ശ്രമങ്ങൾക്ക് പിന്നിലുള്ളത്. ഖത്തർ നേരത്തെ തന്നെ ഇത്തരം ശ്രമങ്ങൾ തുടർച്ചയായി നടത്തി വന്നിരുന്നതാണ്. ചർച്ചകളുടെ ഭാഗമായി ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മുഹമ്മദ് അബ്ദുറഹ്മാൻ ബിൻ ജാസി അൽഥാനി ഈജിപ്തിലെത്തിയിട്ടുണ്ട്. തലസ്ഥാന നഗരിയായ കൈറോയിലെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ അദ്ദേഹം പ്രസിഡന്റ് അബ്ദുൽ ഫത്തഹ് അൽ സിസിയുമായി കൂടിക്കാഴ്ച നടത്തി. ബന്ദിമോചനം, ശാശ്വത വെടിനിർത്തൽ, മാനുഷിക സഹായം ഉറപ്പാക്കൽ എന്നിവയിൽ ഊന്നിയാണ് ഇരുവരും ചർച്ച ചെയ്യുന്നതെന്ന് ഈജിപ്ഷ്യൻ പ്രസിഡന്റിന്റെ കൊട്ടാരമിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്. വിവിധ രാജ്യാന്തര വേദികളിൽ നിന്നുള്ള പ്രമേയങ്ങൾക്ക് അനുസൃതമായി സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം സ്ഥാപിക്കുന്നതിനും ദേശീയ താൽപര്യം സംരക്ഷിക്കുന്നതിനുമുള്ള ഫലസ്തീൻ ജനതയുടെ അവകാശത്തെ പിന്തുണയ്ക്കുന്നതിനും അവരുടെ നിയമാനുസൃതമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള യോജിച്ച ശ്രമങ്ങളുടെ പ്രാധാന്യവും ചർച്ചയിൽ വിഷയമായതായും വാർത്താക്കുറിപ്പ് പറയുന്നു. ഫലസ്തീൻ ജനതയുടെ ദുരിതങ്ങൾ ലഘൂകരിക്കുന്നതിന് ആവശ്യമായ മാനുഷിക പിന്തുണ നൽകുന്നതിനുള്ള ഗൗരവമായ നടപടികൾ ഇരുവരും ആവശ്യപ്പെട്ടതായി ചൈനയിലെ സിൻഹുവ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗാസയിലെ ജനങ്ങൾക്ക് മാനുഷിക സഹായം നൽകുവാനുള്ള ഈജിപ്തിൻ്റെ നിരന്തരമായ ശ്രമങ്ങൾക്ക് ഖത്തർ പ്രധാനമന്ത്രി തൻ്റെ രാജ്യത്തിൻ്റെ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. പ്രമുഖ അറബ് രാഷ്ട്രങ്ങളായ സൗദി അറേബ്യയും UAEയും ഹിസ്ബുള്ള ഇസ്രായേൽ കരാറിനെ സ്വാഗതം ചെയ്തതിനാൽ ലെബനാനിലെ വെടിനിർത്തൽ സാഹചര്യം ഗസയിലും സമാധാനം പുലരാൻ കാരണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കി. ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ ഗസക്ക് ഒരു മാതൃകയായി വർത്തിക്കുമെന്നും ഖത്തർ അഭിപ്രായപ്പെട്ടു. ലെബനനിലെ വെടിനിർത്തൽ കരാറിനെ ഖത്തർ സ്വാഗതം ചെയ്യുന്നു. ഗാസ മുനമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിന് സമാനമായ കരാറിന് ഇതൊരു മാതൃകയാകും എന്ന് പ്രതീക്ഷിക്കാം എന്നാണ് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞത്. മേഖലയിലെ ശാശ്വത സമാധാനവും സുസ്ഥിരതയും ഉറപ്പാക്കുന്ന വിശാലമായ സമവായത്തിന് ഈ കരാർ വഴിയൊരുക്കുമെന്ന് ഖത്തർ വിശ്വസിക്കുന്നു. തുടക്കത്തിൽ തന്നെ ഹമാസിനും ഇസ്രായേലിനുമിടയിൽ മധ്യസ്ഥ റോളിലുള്ള രാജ്യം കൂടിയാണ് ഖത്തർ. ലെബനാന് പിന്നാലെ ഗസയിലും വെടിനിർത്തൽ നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്ന് സ്ഥാനമൊഴിയുന്ന US പ്രസിഡന്റ് ജോ ബൈഡനും വ്യക്തമാക്കി. ഇതിനായി വരും ദിവസങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം സമൂഹമാധ്യമ പോസ്റ്റിലൂടെ അറിയിച്ചിട്ടുണ്ട്. തുർക്കി, ഈജിപ്ത്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ സഹായത്തോടെയാണ് ഇത് നടപ്പിലാക്കുക. പകരം ബന്ദികളെ മോചിപ്പിക്കണം. ഹമാസ് അധികാരത്തിൽ വരാൻ പാടില്ലെന്നും ബൈഡൻ വ്യക്തമാക്കി. അതേസമയം ഗസയിൽ കഴിഞ്ഞ ദിവസവും ഇസ്രയേലിന്റെ ആക്രമണം ശക്തമാക്കി. അഭയാർത്ഥികൾ താമസിക്കുന്ന സ്കൂളിന് നേരെ നടത്തിയ ബോംബാക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ജബാലിയ അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ ആക്രമണത്തിൽ 2 പേരും കൊല്ലപ്പെട്ടു. ഗസയിലും വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുന്നതിന് ഹമാസ് സന്നദ്ധമാണെന്ന് ഉന്നത നേതാവ് സാമി അബു സുഹരിയും വ്യക്തമാക്കി. ഇതിനായുള്ള ശ്രമങ്ങളെ തകർത്തത് നെതന്യാഹു തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ ഗസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ശ്രമങ്ങളോട് തുർക്കി സഹകരിക്കുമെന്ന് പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാനും പറഞ്ഞു. ലെബനാനിലെ വെടിനിർത്തൽ താൽക്കാലികം ആകില്ല എന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Waytonikah.com, the exclusive Muslim matrimonial site.